ഹലോ എവ്രി വൺ, കെയർ മി മം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് 6 മാസം തികഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യമായിട്ട് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റിയ വളരെ പോഷകമൂല്യമുള്ളതും അതുപോലെ തന്നെ എളുപ്പത്തിൽ ദഹിക്കുന്നതുമായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഫുഡ് റാഗിയെക്കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ജനിച്ച അന്ന് മുതൽ ആദ്യത്തെ 6 മാസം തികയുന്നവരെ അമ്മയുടെ മുലപ്പാൽ മാത്രം കൊടുത്താൽ മതിയാകും. അഥവാ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു തുടങ്ങണം, മുലപ്പാലിന് നമുക്ക് എന്ത് ലഭ്യത കുറവോ അല്ലെങ്കിൽ കുറവ് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഫോർമുല മിൽക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ അഥവാ വെള്ളമോ കൊടുത്തു തുടങ്ങാനായിട്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, കുഞ്ഞുങ്ങളുടെ ശരീര വളർച്ചയ്ക്കും അതുപോലെ തന്നെ ബുദ്ധിവികാസത്തിനും അത്യാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പോഷകങ്ങളും അമ്മയുടെ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേറെ ഭക്ഷണത്തിൻ്റെ ആവശ്യം ആദ്യത്തെ 6 മാസം തികയുന്നത് വരെ ആവശ്യമില്ല. ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് 6 മാസം തികഞ്ഞ് 7-ാം മാസം തുടക്കം മുതൽ നമ്മൾ പതുക്കെ കട്ടി ആഹാരം കൊടുത്തു തുടങ്ങും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാം. ഞാനതിൽ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളുടെ സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന, അതായത് സ്റ്റാർട്ടിംഗ് ഫുഡ് എന്നോ അല്ലെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ വളരെ ലഘുവായിട്ടുള്ളതും അതുപോലെ തന്നെ എളുപ്പത്തിൽ ദഹിക്കുന്നതുമായിട്ടുള്ള റാഗിയെക്കുറിച്ച് സംസാരിക്കാം. പഞ്ഞപ്പുല്ല്, കൂവരക്, മുത്താറി എന്നീ പേരുകളുള്ള റാഗി, ഇംഗ്ലീഷിൽ അതിനെ ഫിംഗർ മില്ലറ്റ് എന്ന് വിളിക്കും. നല്ലോണം പോഷക ഗുണങ്ങളുള്ള ഈ ചെറുധാന്യം നമ്മുടെ ഇന്ത്യയിൽ തന്നെ കൃഷി ചെയ്തു വരുന്നത് കൊണ്ട് നമുക്ക് ഏത് സമയത്തും സുലഭമാണ്. റാഗിയെ നമുക്ക് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് കുഞ്ഞുങ്ങളുടെ സൂപ്പർ ഫുഡ് എന്നാണ്. അതെന്തുകൊണ്ടെന്നാൽ ഇതിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ റാഗിയിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, അയേൺ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും അത്യന്താപേക്ഷിതമാണ്. റാഗിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ധാരാളം നാരുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് കുഞ്ഞുങ്ങളുടെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു. അതായത് റാഗി കുറുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാകും. ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയറിന് എന്തെങ്കിലും വേദന എടുക്കുമോ അല്ലെങ്കിൽ വയറിന് പിടിക്കായ്ക വരുമോ, ദഹന പ്രശ്നം ഉണ്ടാവുമോ അല്ലെങ്കിൽ മലമ്പിടുത്തം ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും പേടിക്കേണ്ട. നമുക്ക് റാഗിയിൽ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഇതുവരെയും തന്നെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് റാഗിയിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഈ കാൽഷ്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ എല്ലിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് കാണാം ചെറുതായിട്ട് കുഞ്ഞരിപ്പല്ലുകളൊക്കെ പൊട്ടിത്തുടങ്ങുന്നത്. എല്ലാ കുഞ്ഞുങ്ങളുടെ അല്ല, ചില കുഞ്ഞുങ്ങൾക്ക് നേരത്തെ തുടങ്ങാറുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക് നമ്മുടെ റാഗി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ കുഞ്ഞുങ്ങളിലുണ്ടാവുന്ന അനീമിയ, വിളർച്ച, അയൺ ഡെഫിഷ്യൻസിയൊക്കെ നമ്മുടെ നാച്ചുറൽ അയൺ സോഴ്സ് ആയിട്ടുള്ള റാഗി കൊടുക്കുന്നത് കൊണ്ട് ഒരു വിധത്തിൽ തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ റാഗിയിൽ അടക്കിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റാഗിയിൽ ധാരാളം അമിനോ ആസിഡ്സും മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള ഓവറോൾ ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്തിന് സഹായിക്കുന്നു. റാഗി ഒരു ഗ്ലൂട്ടൻ ഫ്രീ ഫുഡാണ്. ഗ്ലൂട്ടൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു തരം പ്രോട്ടീനാണ്. അത് നമ്മുടെ ധാന്യവർഗ്ഗങ്ങളിൽപ്പെട്ട ഗോതമ്പ്, ബാർലി അതുപോലെ തന്നെ റവയിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ ദഹിക്കണം എന്നില്ല. തന്മൂലം വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വേദനകൾ, ഗ്യാസ് ട്രബിൾ അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ റാഗിയിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയധികം സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ റാഗിയെ കുഞ്ഞുങ്ങളുടെ സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് സംസാരിച്ചത് റാഗി എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഫുഡായിട്ട് കൊടുക്കുന്നതെന്നും അതുപോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.